ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. യഹോവ എൻ പാലകൻ താൻ, ഇല്ലെനിക്ക് ഖേദമൊട്ടും. യഹോവ എൻ പാലകൻ താൻ, ഇല്ലെനിക്ക് ഖേദമൊട്ടും. ഇപ്പോൾ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ആരാധനാത്മകമായ ചിന്ത പങ്കുവയ്ക്കുന്നത് കർത്താവിൻ്റെ ദാസൻ സൈമൺ മാത്യു ദേമാജി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മോർണിംഗ് വ്യൂസിലൂടെ ഞങ്ങളെ ഈ പകൽ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. ഈ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാളിൽ കർത്താവിനെ ആരാധിക്കാനായിട്ട് പോകുന്ന നമ്മുടെ മനസ്സിൽ സ്വർഗത്തിലെ ദൈവം ആരാധനാ ചിന്തകളാൽ നമ്മുടെ ഹൃദയത്തെ മുഴക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേദപുസ്തകത്തിലെ 2 ഭാഗങ്ങൾ വായിച്ച് കേൾപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സക്രിയ പ്രവാചകൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യവും യോഹന്നാൻ സുവിശേഷം 19-ാമത്തെ വാക്യവും. അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും യെരൂശലേം നിവാസികൾക്കും പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും. യോഹന്നാൻ 19:34. എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവൻ്റെ വിലാപ്പുറത്ത് കുത്തി, ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. വേദപുസ്തകത്തിൽ അനേകം ഉറവുകളെക്കുറിച്ച് നാം കാണുന്നുണ്ട്. നിന്റെ പക്കൽ ജീവൻ്റെ ഉറവുണ്ടല്ലോ എന്ന് സങ്കീർത്തനത്തിൽ വായിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഉപദേശമാകുന്ന ഉറവ് എന്നും സദൃശവാക്യത്തിൽ വായിക്കുന്നു. യഹോഭക്തിയുടെ ഉറവ് എന്ന് സദൃശവാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യിരെമ്യാവിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ജീവൻ്റെ ഉറവായ യഹോവ. അങ്ങനെ വിവിധ ഉറവുകളെക്കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ആഹാരനും ഇസ്മായിലിനും വേണ്ടി ദൈവം ഒരു ഉറവ് തുറന്നു കൊടുത്തിട്ടുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ശിംശോൻ ദാഹിച്ചു വലഞ്ഞപ്പോൾ അവനു വേണ്ടി ഒരു ഉറവ് തുറന്നതായിട്ട് വായിക്കുന്നുണ്ട്. മരുഭൂമി പ്രയാണത്തിൽ ദാഹിച്ചു വലഞ്ഞ ഇസ്രായേലിന് എലീമിൽ 12 നീരുറവുകളും കാദേശിലും ഹോരേബിൽ ദൈവം ഉറവ് തുറന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഉറവാണ് നമ്മളിവിടെ കാണുന്നത്. പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പരിഹാരത്തിനായി തുറന്നിരിക്കുന്ന ഉറവ്. ഇന്ന് രാവിലെ കർത്താവിനെ ആരാധിക്കുന്ന ദൈവജനത്തിൻ്റെ ഹൃദയത്തിൽ ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കർത്താവിൻ്റെ സ്നേഹത്തെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ പാപത്തിനായി തുറന്ന ആ ഉറവിൻ്റെ അടുക്കലേക്ക് നാം വരുമ്പോൾ നമ്മൾ ഹൃദയം നന്ദി കൊണ്ട് നിറയേണ്ടത് ആവശ്യമാണ്. നാം ഇങ്ങനെ പാടുന്നുണ്ടല്ലോ, ഇമ്മാനുവേൽ തൻ ചെങ്കതിൽ നിന്നൊഴുകും രക്തം, പാപക്കറ നീങ്ങുമതിൽ മുങ്ങിത്തീർന്നാൽ ആരും. കള്ളൻ ക്രൂശിൽ പാപശാന്തി കണ്ട ഈ ഉറവയിൽ, അവനെപ്പോൾ ഞാനും ദോഷി കണ്ടു ഈ ഉറവയിൽ. രാവിലെ ഈ ഉറവയിൽ കണ്ടെത്തിയ പാപമോചനത്തിൻ്റെ ഫലമായിട്ട്, ആദിമത്തിന് ലഭിച്ച ശാന്തിയുടെയും സന്തോഷത്തിൻ്റെ ഫലമായിട്ട്, കർത്താവിൻ്റെ ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ നമുക്കായി തുറന്ന ആ ഉറവയുടെ ഇടക്കിലേക്ക് നമുക്ക് വന്ന് അവനെ ആരാധിക്കാം, സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ ജനമേ, ദൈവം നമ്മളോട് കാണിച്ച സ്നേഹത്തിൻ്റെ അഗാധം എത്ര വലുതാണ്. നാം ഇങ്ങനെ പാടുന്നല്ലോ, രക്തം നിറഞ്ഞോരുറവുണ്ടല്ലോ ഭാവിക്കായി, വിശ്വാസത്തോടെ മുങ്ങുക എന്നാൽ നീ ശുദ്ധനാവും. നമ്മളെ ശുദ്ധീകരിക്കാനായിട്ട് കാൽവരി ക്രൂശിൽ തുറക്കപ്പെട്ട ആ വലിയ ഉറവ്, 2000 വർഷങ്ങളായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ ഉറവ്, 10,000 പാപമോചനത്താൽ പര്യാപ്തമായി തീർന്ന ഉറവ്, ആ ഉറവയെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം.
ദൈവത്തിൻ്റെ കൃപയിലേക്ക് അടുത്ത് വന്നവന് ഹൃദയം കൊണ്ട് നന്ദി പറയാം. കർത്താവേ, എന്നോട് കാണിച്ച നിൻ്റെ ദിവ്യ സ്നേഹത്തിനായിട്ട്, എന്നോട് കാണിച്ച ദൈവത്തിൻ്റെ നിശ്ചയമായ സ്നേഹത്തിനായിട്ട് നന്ദി പറയാമെന്ന് പറഞ്ഞ് ഹൃദയങ്ങളെ അവൻ്റെ സന്നിധിയിൽ പകർന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കാം. പാപത്തിൻ്റെ മലിനതയുടെ നീക്കുവാനായിട്ട് ഒരു ഉറവ് തുറക്കുമെന്ന് പ്രവാചക പുസ്തകത്തിൽ നമ്മൾ വായിച്ചു. നമ്മുടെ പാപത്തിനായിട്ട് തുറന്ന ഉറവ് അതെവിടെയായിരുന്നു? യേശുപ്പച്ചൻ്റെ ചങ്കിലെ ചോരയായിരുന്നു. ആ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിയപ്പോൾ രക്തവും വെള്ളവും പുറപ്പെട്ടു എന്നാണല്ലോ നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ടാണ് ഭക്തനിങ്ങനെ പാടിയത്, പാപക്കടം തീർക്കുവാൻ യേശുവിൻ്റെ രക്തം മാത്രം, പാപബന്ധം അഴിപ്പാൻ യേശുവിൻ്റെ രക്തം മാത്രം. ഇന്ന് പകല് ദൈവജനത്തിന് ഓർക്കുവാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, യേശുവിൻ്റെ ക്രൂശിലെ മരണം. ആ മരണത്തിലൂടെ ഉണ്ടായ അതിമഹത്വമായ വിജയം പാപിക്ക് നേടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം. കള്ളൻ ക്രൂശിൽ കണ്ടി ഉറവയിൽ, പ്രൈസല്ലോ ദൈവജനമേ, ആ കള്ളന് പോലും ആ ഭാഗ്യമുണ്ടായി. മരണത്തിൻ്റെ മണിക്കൂറുകളോടടുത്തപ്പോൾ ആ ലോകം വളരെ മോശമെന്ന് വിധിച്ച കള്ളൻ അവനും സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായി തീരുവാൻ ആ ഉറവയിലൂടെ ഭാഗ്യം ലഭിച്ചു. ഇന്ന് പകല് കർത്താവിൻ്റെ രക്തത്താൽ വിമോചനം പ്രാപിച്ച് നമുക്കൊക്കെ അവൻ്റെ അടുക്കലേക്ക് പോകുമ്പോൾ, അവൻ്റെ മേശയുടെ ചുറ്റുമിരുന്ന് അവൻ്റെ ക്രൂശ് മരണത്തെ ധ്യാനിക്കുമ്പോൾ, എൻ്റെ ദൈവമേ, നമ്മുടെ ഹൃദയം നന്ദി കൊണ്ട് നിറയട്ടെ, ഹൃദയം പരിപൂർണമാകട്ടെ. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകി അതിരാർപ്പണമായ കാളകളെ അർപ്പിച്ചുകൊണ്ട്, സ്തുതി എന്ന ആരാധന അർപ്പിച്ചുകൊണ്ട്, സ്തോത്രം എന്ന യാഗം അർപ്പിച്ചുകൊണ്ട് നമുക്ക് അവനെ മുഖത്തുപെടുത്താം, സ്തുതിക്കാം. നിങ്ങളുടെ ഭാവം എത്ര കഠിനമായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുന്നു എന്ന് പുസ്തകത്തിൽ വായിക്കുന്നുണ്ടല്ലോ. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. പ്രിയമുള്ളവരെ, ദൈവം എന്നോട് കാണിച്ച കാരണം എത്ര വലുതാണ്. എന്നെ നീതീകരിക്കാനായിട്ട് ചൊരിഞ്ഞ ആ ക്രൂശിലെ രക്തം, ആ ഉറവയിലൂടെ എനിക്ക് നന്ന വലിയ മോചനം എനിക്ക് ഓർക്കുവാൻ അത് മാത്രമേ ഉള്ളൂ. എൻ്റെ ഹൃദയം നന്ദി കൊണ്ട് നിറയുകയാണ്, ഹൃദയം നന്ദി കൊണ്ട് തുളുമ്പുകയാണ്. എൻ്റെ വിശ്വാസികളായ നിങ്ങളുടെ ഹൃദയം നന്ദി കൊണ്ട് തുളുമ്പണം, നിറയപ്പെടണം. ഇസ്മായേലിൻ്റെ ദാഹത്തിനെ തീർക്കുവാനായിട്ട് സാധാരണ വെള്ളമായിരുന്നു ഉണ്ടായിരുന്നത്. ശിംശോൻ്റെ ദാഹം തീർക്കുവാനായിട്ട് ഒരു സാധാരണ വെള്ളം. എന്നാലേ എൻ്റെ നിങ്ങളുടെയും ആത്മീയ ദാഹം തീർക്കാനായിട്ട് സ്വന്തം പുത്രൻ്റെ രക്തം ചൊരിഞ്ഞ് നമ്മളെ സ്നേഹിച്ച സ്വർഗീയ ദൈവത്തിൻ്റെ അതുല്യ സ്നേഹം, അമൂല്യ സ്നേഹം, അഗാധ സ്നേഹം, നമുക്കതാണ് പ്രിയമുള്ളവരെ എന്ന് ഓർക്കാനുള്ളത്. ആ ക്രൂശിൻ്റെ അടുക്കിലേക്ക് വന്ന് നമുക്കും ആ മുറിവിനെ നമുക്കൊന്ന് ചുംബിക്കാം. അവൻ്റെ പാതാരങ്ങളിൽ നമുക്കൊന്ന് കവണു വീഴാം. കർത്താവേ, എനിക്ക് വേണ്ടി എൻ്റെ മലിനത നീക്കാനായിട്ട് തുറന്ന ഉറവിനായിട്ട് സ്തോത്രമെന്ന് നമുക്കെല്ലാം കൂടെ ചേർന്ന് പറയാം. അവൻ നിങ്ങളുടെ മലിനത നീക്കാനായിട്ട്, എൻ്റെ മലിനത നീക്കാൻ, എൻ്റെ അശുദ്ധി നീക്കാനായിട്ട് ചൊരിഞ്ഞ പുത്രൻ്റെ വിലാപിലൂടെ ചൊരിഞ്ഞ രക്തം എത്ര അതിശയമാണ്. എന്നെ നിങ്ങളെ അവൻ ഇത്ര മാത്രം സ്നേഹിച്ചു. അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴം നമുക്കറിയത്തില്ല, മനസ്സിലാക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണല്ലോ ഭക്തൻ പാടിയത്, ദൈവസ്നേഹമേ ദൈവസ്നേഹമേ അതിനുള്ള ഉയരമാഴം അപ്രമേയമേ. അതേവിധ മക്കളെ, ദൈവത്തിൻ്റെ ജന്മേ, അവൻ്റെ ആഴം നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കത്തില്ല. ഇന്ന് പകലെന്നാൽ അവൻ്റെ മുമ്പ് ആ വീണുകൊണ്ട് നമുക്കവന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ച് അവൻ്റെ മുറിവിൽ ചുംബിച്ചുകൊണ്ട് നമുക്ക് ഈ പകൽ നമുക്ക് അവനെ ആരാധിക്കാം. നമുക്ക് വേണ്ടി നമ്മുടെ മലിനെ നീക്കാനായിട്ട് തുറന്ന ഉറവേ നിനക്ക് സ്തോത്രം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിക്കാം. അവൻ്റെ പൊന്നുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.